ഗൾഫിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയത്. ഇവിടെ പണിക്ക് വരുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവള് സമയത്ത് കയറി വരും. അവൾക്ക് തോന്നുന്ന സമയത്താണ് കയറി വരുന്നത്. ഞാൻ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നറിയോ? ഡീസൽ അടിക്കും, പെട്രോൾ അടിക്കും, അവിടെ പോയി കാറ്റടിക്കും, എന്തൊക്കെ ചെയ്യും. ഇപ്പൊ തന്നെ ഒരുത്തൻ പെട്രോൾ അടിക്കാൻ വന്നപ്പോ അവന് ഡീസൽ അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ തലക്കിട്ട് അടിച്ചിട്ടാ പോയെ. അവളിങ്ങി വരട്ടെ, അവക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരട്ടെ. ആരാ വരുന്നത്? ഞാൻ മനസ്സിലായില്ല. അദൃശ്യനാണോ? എത്ര മണിയായി? സാർ സ്റ്റില്ല് മാറ്റിയാലേ എനിക്ക് സമയം നോക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റില്ല് മാറ്റിയിരിക്കുന്നു. എത്ര മണിയായി? സാർ 9 മണിയായി. 9 മണിയായി. ഇത് സത്രമാണ് വേണ്ടി തോന്നുന്ന സമയത്ത് കയറി വരെ. എവിടെ പോയി കിടക്കുക? സാർ മെട്രോ കിട്ടിയില്ല. മെട്രോ? നിന്റെ വീടോടെ? പത്തനാപുരത്ത്. പത്തനാപുരത്ത് അല്ല, പത്രത്തിലുണ്ടായിരുന്നു പത്തനാപുരത്ത് ഉടനെ മെട്രോ വരുമെന്ന്. ഉടനെ എന്ന് പറയുമ്പോ 2050. 2050 പറയണ്ട, നുണ വന്ന് പറഞ്ഞേക്കുന്ന 2024 നുണച്ചി. പറയ് നീ വാ തുറച്ചി, നുണയെ പറയത്തുള്ളൂ. ഇങ്ങനെ താമസിച്ചു വന്ന കാരണം എന്തേ? സാർ അങ്ങനെയൊന്നും പറയരുത്. സാറിന് അറിയാലോ എനിക്ക് ഇവിടെ ഡബിൾ ഡ്യൂട്ടി ആണെന്ന്. ഡബിൾ ഡ്യൂട്ടി? ഇവിടെ മിഷീൻ വരെ കേടാ. ഇവിടുത്തെ ആൾക്കാർ പെട്രോൾ അടിക്കാൻ വരുമ്പോ ഞാൻ പെട്രോൾ അടിക്കണം, എന്നിട്ട് അവര് കാണാൻ നിന്നിട്ട് പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ എന്ന് ഞാൻ പറയണ്ട. അപ്പം കൂടെ ചെയ്യണം ഞാൻ. നീ ഡബ് ചെയ്യണ്ടേ? നാളെ ഞാൻ ഭാഗ്യലക്ഷ്മി വിളിച്ച് ഡബ് ചെയ്തോളാം. മതിയോ? വേണ്ട, നിനക്കൊരു കാര്യം, ആ മിഷൻ ഉണ്ടോ? അതും കേടാ. ഞാൻ നേരം വെളുക്കുമ്പോ തൊട്ട് ഞാനും ഡബ് ചെയ്ത് തുടങ്ങുക. 360 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ട്. ആ പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലേ. സാർ 9 മണിയായി. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം. ഞാൻ കഴിച്ചോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ? കുമ്പളത്തപ്പം. കുമ്മണത്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് തിന്നണം നുണ പറയണം. അല്ലാതെ ഇവള് വാ തുറക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. പോട്ട് വാ കേട്ടാ, നിനക്ക് ഞാൻ തരാം. ദൈവമേ, ഒരു വണ്ടി പോലും വരുന്നില്ല എണ്ണ അടിക്കാൻ. എനിക്കാണെങ്കിൽ ഇത് ഞെക്കിപ്പിച്ച് കളയാനാണ് കൊതിയോ. ആഹാ, കാക്കക്കൂടുതാ നടന്നു വരുന്ന. ഹലോ, പെട്രോൾ ആണോ? ഇല്ലില്ല, ഇത് മൊത്തം ദശമൂല അരിഷ്ടം. 2 ലിറ്റർ ഇയാളങ്ങ് കൂച്ച ദശമൂല അരിഷ്ടം. എന്തുവാ? എനിക്ക് ഇതിന് പെട്രോൾ വേണമായിരുന്നു. പെട്രോൾ വേണമെങ്കിൽ വണ്ടി എവിടെ? വണ്ടി വഴി കിടക്കുവാ. പോയി ഇങ്ങ് എടുത്തോണ്ട് പോവാ. എടുത്തോണ്ട് വരാനത് കുഞ്ഞല്ല, വണ്ടിയാ. വണ്ടി ഇല്ലാതെ ഇവിടെ എണ്ണ അടിച്ച് തരത്തില്ല. വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് സാധനത്തിൽ. വണ്ടി എടുത്തോണ്ട് വരാൻ അടിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പെട്രോൾ അടിക്കാൻ വന്നേലോ, അല്ല ഇയാളെ അടിക്കാൻ വന്നേന്നോ അല്ലല്ലോ. ഇവിടെ അതാണ് വണ്ടി വേണോന്ന്. തുപ്പിത്താ എന്തായാലും തോന്നിയ പറ, കണ്ണി കിട്ടി തുപ്പിത്തരാം. തുപ്പി തരാനല്ലേ പറഞ്ഞേ? കുപ്പിക്കകത്ത് പെട്രോൾ ഇതാ. കുപ്പിക്കകത്ത് തരാൻ പറ്റത്തില്ല. കുപ്പിക്കകത്ത് പെട്രോൾ വരാൻ പറ്റത്തില്ലെന്ന്. ഇത്രയും വലിയ ടാങ്കറിനകത്ത് പെട്രോൾ ഉണ്ടായി, ഈ കുഞ്ഞു കുപ്പിക്കകത്ത് എന്താ പെട്രോൾ വരാൻ പടി? എടോ, ഇതെന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഈ കുപ്പിയിൽ തരിക എന്ന് പറഞ്ഞാ. നിയമവിരുദ്ധ കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് അടിക്കുമ്പോ നമുക്ക് അളവറിയാമല്ലോ. മറ്റേ നമ്മൾ പെട്രോൾ ടാങ്കിനകത്ത് പോകുമ്പോ കാണുന്നില്ലല്ലോ. ദൈവമേ, ഇവ നിയമം പഠിച്ചവനാ. ഞാൻ അടിച്ചു തരാം. പെട്രോൾ ആണോ അടിക്കുന്നത്? അല്ല, ഹൈഡ് ചെയ്തുള്ള പ്ലേ കണ്ടപ്പോ സംശയം തോന്നി. പെട്രോൾ തന്നെ, പെട്രോൾ തന്നെ. പൈസ എന്തോ ഇത്? 250 നോട്ട് ആദ്യമായിട്ട് കാണുവന്നു. അതല്ലെന്ന്, 112 രൂപ 50 പൈസ തരണം. പെട്രോളിന്റെ വില കുറഞ്ഞല്ലോ. 50 പൈസയെ കുറഞ്ഞോളൂ. നിർത്തിയ പൈസ അങ്ങ് കുറച്ചു. എടാ, ഇത് എന്റെ അടുത്തല്ല, പോയി സർക്കാരിന്റെ അടുത്ത് പരാതി പറയണം. പിന്നെ 50 പൈസക്ക് വേണ്ടി ഞാൻ പോയി പൊരുവേലത്ത് സമരം ചെയ്യാം. എന്തൊരു തോന്നിയാസോടാ. എന്താ ആദ്യം നീ പറഞ്ഞിട്ടില്ലേ പെട്രോൾ അടിച്ചു, ഇപ്പൊ ഡീസൽ എന്ന് പറഞ്ഞ? ഡീസൽ എന്നല്ലേ പറഞ്ഞേ? ഇവിടെ ഒരു നിപ്പുണ്ടല്ലോ. ചെല്ലെന്നാണ് ഏതോ ഒരുത്തം നിന്നെ വിളിക്കുന്നടി. അയ്യോ, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളോ? എന്റെ പേര് വിളിക്കണേ നീ. എന്തുകൂടെ പേര്? തോമസ് ആലുവ. അയ്യോ, തോമസ് ആലുവ എഡിസൺ. എനിക്കറിയാം നിങ്ങളെ. അത് ബൾബ് കണ്ടുപിടിച്ച ആള്. അപ്പൊ നിങ്ങളോ? ഞങ്ങളുടെ അടുത്തുള്ള ബൾബ് എറിഞ്ഞു പൊട്ടിക്കുന്ന ആള്. എടാ, തോമസ് ആലുവയിലുള്ള തോമസ് ആ ഞാൻ. തോമസ് ഉള്ള ആലുവേ, നീ എന്തിനിങ്ങോട്ട് വന്നത്? ബന്ധം എന്തോ നിങ്ങളെ? എന്റെ സ്വന്തമായി ഇവള്. സ്വന്തം ഒന്നും അല്ല സാർ, ഞങ്ങളുടെ കല്യാണ നിശ്ചയം ഒന്ന് കഴിഞ്ഞായിരുന്നു. ആ ഒരു ബന്ധമേ ഉള്ളൂ. ഇവളെ ഞാൻ പെണ്ണ് കണ്ട് കല്യാണം നിശ്ചയം നടന്ന് മോതിരം മാറ്റി. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്ത് മോതിരം ഇട്ടെന്തോ വാറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണോ? കിടപ്പുണ്ടല്ലോ, അതടുത്ത് വാറ്റി അങ്ങ് കൂച്ച. മോതിരം മാറ്റി എന്നല്ല പറഞ്ഞത്. മോതിരം മാറ്റാൻ കഴിഞ്ഞിട്ട് ഇവള് പറയല്ലേ വേണ്ടെന്ന്. സത്യമാണോ സാർ? എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇയാളോട് നിശ്ചയം കഴിക്കേണ്ടി വന്നത്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇയാൾ എനിക്കൊരു ഫ്രീഡം തരുന്നില്ല സാറേ. എടി, നിനക്ക് ചന്ദനത്തിലോ ഈട്ടിയിലോ എങ്ങനെയല്ലേ പണിഞ്ഞു തരാൻ നിനക്ക് ഇരിക്കാൻ? എന്തോന്ന് ഫ്രീഡം? ഫ്രീഡമല്ല, ഫ്രീഡം. എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. എന്താ സ്വാതന്ത്ര്യം കൊടുക്കാത്ത? 1947 ആഗസ്റ്റ് 15 12 മണിക്ക് രാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു. പോയി വാങ്ങിക്കണമായിരുന്നു. അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ. എന്തോ 1,26,500 ഉമ്മ നിനക്ക് തന്നില്ലേ മൊബൈലിൽ കൂടെ? എന്തോ സാർ, ഞായറാഴ്ച ഞങ്ങളുടെ പെണ്ണുകാണൽ കഴിഞ്ഞു. തിങ്കളാഴ്ച ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ച നേരം വെളുത്തിട്ട് ഇപ്പൊ ഇത്രയും സമയമായിട്ടുള്ളൂ. ഇയാൾ എത്ര ഉമ്മ എനിക്ക് തന്നെ? 1,26,500 ഉമ്മ. പച്ചക്കള്ളവ സാറേ. 1,05,252 അര ഉമ്മ അയാൾ എനിക്ക് തന്നത്. 500 വേറെ ഉമ്മ ഒറ്റയ്ക്ക് മേടിച്ചിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.